ഇതിന് നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്ന ഹരി? പ്രിയ, നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് നാട്ടുകാരറിഞ്ഞ അവരെന്തു പറയും? പുറത്തേക്ക് നടക്കാൻ പറ്റത്തില്ല. നാട്ടുകാരെന്ത് പറയുന്നുള്ളതാണ് നിന്റെ പ്രശ്നം? എടാ, സത്യം പറഞ്ഞ ഇതറിഞ്ഞപ്പോ എനിക്കെന്ത് സന്തോഷമായി എന്നറിയോ? ആരുടെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചൈലായിരിക്കും. ഹരി ഇപ്പൊ അമ്മയല്ല, നീയാ പഴഞ്ചൻ. എടാ, നീ എന്തിനാടാ മറ്റുള്ളവരെ നോക്കുന്നേ? മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയം ഉണ്ടാവുള്ളൂ. നീ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ മരിച്ചതിന് ശേഷം ഇത്രയും കാലം അമ്മ നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചേ? ഇപ്പം നിന്റെ ലൈഫ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആഗ്രഹമുള്ള ലൈഫിനെ പറ്റി അമ്മ നിന്നോട് പറഞ്ഞു. അമ്മ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കട്ടെടാ. നീ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടേ? ഇപ്പോഴാവുമ്പോൾ നിനക്ക് ഇടയ്ക്കെങ്കിലും വന്ന് അമ്മേനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ US പോയി കഴിഞ്ഞാൽ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് പെട്ടെന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടാ. അത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ, അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്ക് മനസ്സിലാവും. നിന്റെ ചുറ്റും ഒരുപാട് പേരുണ്ട് ഹരി, അതുകൊണ്ട് നിനക്ക് അവസ്ഥ മനസ്സിലാവില്ല. ഒരു പരിധിവരെ ഞാനത് ഓവർകം ചെയ്തത് നീ എൻ്റെ ലൈഫിൽ വന്നേ പിന്നെ നിനക്ക് നിൻ്റെ അമ്മയെ മനസ്സിലാവൂല. എനിക്ക് ഉറപ്പാ, നീ ഒന്ന് ഇരുത്തി ചിന്തിക്കുക.